അമ്മയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഇറക്കി വെച്ചേ ഉള്ളൂ. ഇനി ചേച്ചി തന്നെ വിളമ്പി കഴിച്ചു. ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം ബുദ്ധിമുട്ടാണ്. നീ വിളമ്പി തന്നാലേ ഞാൻ കഴിക്കൂ. നീ എന്തെങ്കിലും വായം പൊളിച്ച് നോക്കിക്കണേ. എനിക്ക് ചോറും കറിയും വിളമ്പി തരാം. എനിക്ക് മതി അമ്മേ. കുഞ്ഞു അടി കിട്ടും. കുറച്ചുകൂടി കഴിക്കി. കുഞ്ഞു ഓടല, അവിടെ നിക്ക്. കുഞ്ഞു അവിടെ നിക്ക്. എന്റെ നല്ലത് കിട്ടൂട്ടാ. കുഞ്ഞു എടി ഓടല, അവിടെ നിക്ക്. ശോഭ ചേച്ചി കണ്ടു. നീ അകത്തേക്ക് വെക്കൂ. ചേച്ചി മാളൂര് ചിക്കൻ ബോക്സ് മാറിയിട്ടില്ല. അകത്തേക്ക് വന്നാൽ പകരം. ചേച്ചി അകത്തേക്ക് ഇപ്പൊ പോകണ്ട. ഇതിപ്പോ എത്ര മാസം? 8 കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം ഇത്. ഞാൻ അറിയാൻ കുറച്ച് വൈകിപ്പോയി. മുടി നല്ലോണം കൊഴിയുന്നുണ്ട്. ഈ സമയത്ത് മുടി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാ. ഇനി മുതൽ മുടി ഞാൻ ശ്രദ്ധിച്ചോളാം. അത് വേണ്ട. എന്താ? ഇന്ന് രാത്രി തന്നെ നീ ഇവിടുന്ന് പോണം. ചേച്ചി എന്താ ഇപ്പൊ പറഞ്ഞേ? ഇന്ന് രാത്രി തന്നെ നീ ഇവിടുന്ന് പോയിക്കൊള്ളണമെന്ന്. നിനക്ക് ടൗണിലെ ദാസേട്ടന്റെ കൂട്ടുകാരന്റെ കമ്പനിയിൽ ഒരു സ്വീപ്പർ ജോലി ശരിയാക്കിയിട്ടുണ്ട്. അവിടെ നിന്നെ ആരും തിരിച്ചറിയില്ല. ഇനിയുള്ള കാലം ആരുടെയും മുന്നിൽ തല കുനിക്കാതെ അഭിമാനത്തോടെ അന്തസ്സായിട്ട് ജീവിക്കാം. ചേച്ചി വന്ന് അമ്പിളിമാമൻ വരെ കളിയാക്കി തുടങ്ങി. കൊച്ചുണ്ണി, നീ എന്താ ഉറങ്ങാത്തെ? എന്റെ ഉറക്കം കളഞ്ഞിട്ട് ഇപ്പൊ ഉറങ്ങാത്ത എന്താന്നാ? നീ എന്തോരം വേണമെങ്കിലും എന്നോട് ദേഷ്യപ്പെട്ടു. ഡാ, ഞാൻ നാളെ ഇവിടുന്ന് പോവുക. എല്ലാവർക്കും എന്റെ ശരീരം മാത്രം മതിയടാ. എന്റെ മനസ്സ് കണ്ടത് ഇവിടെയുള്ളവരാ. നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലും നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. നീ എന്നോട് ക്ഷമിക്കണം. മറ്റുള്ളവരൊപ്പം കൂടി ഞാൻ ചേച്ചിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ചേച്ചി അനുഭവിച്ച ആ വേദന എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഓടച്ചക്ക, ചുമ്മാ എന്നെ കരയിപ്പിക്കാതെ. പിന്നെ നിന്റെ കല്യാണം എന്നെ വിളിക്കണം കേട്ടോ. നീ ഈ മോതിരം അവൾക്ക് കൊടുക്കണം. നോക്കണ്ട, ഇത് നിന്റെ തന്നെ. പൊട്ടത്തേങ്ങ പോലെ എന്റെ ജീവിതം. എടാ പെട്ടെന്ന് പൊതിച്ചിട്ട് വാടാ. എങ്കിൽ ചോറിനല്ലേ? ചോറിനല്ല, തുണിയലക്കാണ്ട്. തിരിച്ച ഒരു ദിവസം എല്ലാരും കൂടി എടുത്തിട്ട് അലക്കും ഞാൻ. നാട്ടുകാരുടെ മുമ്പിലും നാണക്കേടായി, വീട്ടുകാരുടെ മുമ്പിലും നാണക്കേടായി, ഉള്ള പെണ്ണും പോയി. നീ ഒന്ന് അങ്ങോട്ട് നോക്കിയടാ. അങ്ങോട്ട് നോക്കിയടാ.
ദാസേട്ടാ ചേച്ചി, ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞ് കരിങ്കണ്ണനാണെങ്കിൽ അതിനെ എനിക്ക് തന്നേക്കോ? ഞാൻ അതിനെ പൊന്നുപോലെ നോക്കിക്കോളാം.